ഒരു ഹോട്ടലിൽ താമസിച്ചിരുന്ന ഒരാൾക്ക് ഓരോ രാത്രിയും ഹോട്ടലിന്റെ വലിപ്പം കുറഞ്ഞു വരുന്നതായി തോന്നി. ഇത് ഉറപ്പിക്കാനായി അയാൾ 2 ചുവരുകൾക്കിടയിൽ ഒരു കയർ കെട്ടിയിട്ട് ഉറങ്ങാൻ കിടന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ കയർ അയഞ്ഞിരുന്നു. ഞെട്ടിപ്പോയ അയാൾ അടുക്കളയിലേക്ക് ഓടിച്ചെന്ന് ഹോട്ടൽ ചെറുതാവുകയാണെന്ന് എല്ലാവരോടും പറഞ്ഞു. പക്ഷേ ആരും അയാളെ വിശ്വസിച്ചില്ല. പകരം അവർ അയാളെ പുറത്താക്കി. അബദ്ധത്തിൽ ഹോട്ടലിലെത്തിയ അയാൾക്ക് അടുത്ത ദിവസം തന്നെ അവിടം വിട്ടുപോരണമെന്നുണ്ടായിരുന്നു. എന്നാൽ പുറത്തു കടക്കാനുള്ള വഴി അയാൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അവിടെ താമസിക്കുന്നവരോട് ചോദിച്ചപ്പോൾ അവർ കഴിഞ്ഞ 10 വർഷമായി അവിടെയാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു. മുറികൾ ചെറുതാകുമ്പോൾ അവർ സാധനങ്ങൾ എടുത്തുമാറ്റുകയാണ് പതിവ്. ആർക്കും അതിൽ ഒരു അസ്വാഭാവികതയും തോന്നിയില്ല. ഹോട്ടൽ മാനേജരോട് സംസാരിക്കാൻ അയാൾ തീരുമാനിച്ചു. എന്നാൽ മാനേജറുടെ അടുത്തെത്തുമ്പോഴെല്ലാം അവർ എങ്ങോട്ടോ പോയിരുന്നു. അതോടെ പുറത്തു കടക്കാനുള്ള വഴി സ്വയം കണ്ടെത്താൻ അയാൾ തീരുമാനിച്ചു. ചുവരുകളിൽ ചോക്കുകൊണ്ട് അടയാളപ്പെടുത്തി അയാൾ ഒരു മാപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് അയാൾ ഭിത്തിയിലെ വാൾപേപ്പർ ശ്രദ്ധിച്ചത്. അത് പതുക്കെ അടർത്തി മാറ്റിയപ്പോൾ അതിനു പിന്നിൽ വിചിത്രമായ ചലിക്കുന്ന കൈകൾ പോലെ തോന്നിക്കുന്ന ടെന്റക്കിൾസ് കണ്ടു. അയാൾ ഒരു ലോഹ ട്രേ ഉപയോഗിച്ച് അവ മുറിച്ചു മാറ്റി. ഒരു ഉച്ചത്തിലുള്ള അലർച്ച ഹോട്ടലിൽ മുഴുവൻ മുഴങ്ങി. അതോടെ ഹോട്ടലാകെ കുലുങ്ങാൻ തുടങ്ങി. അയാൾ വേഗം മുറിയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ എല്ലാവരും അവരവരുടെ മുറികളിൽ ഒളിച്ചിരിക്കുന്നത് കണ്ടു. ഇതോടെ അവർക്ക് അയാളെ വിശ്വാസമായി. തങ്ങളുടെ ഏക പ്രതീക്ഷ അയാളാണെന്നും അവർ കരുതി. തങ്ങൾ പരിശോധിച്ച വഴികൾ പേപ്പറുകളിൽ അടയാളപ്പെടുത്താൻ അയാൾ അവർക്ക് കൊടുത്തു. അങ്ങനെ ചെയ്താൽ പുറത്തു കടക്കാനുള്ള വഴി പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുമെന്ന് എല്ലാവരും കരുതി. സന്തോഷത്തോടെ എല്ലാവരും ആ ദൗത്യത്തിൽ പങ്കെടുത്തു. എന്നാൽ അയാൾ റൂമിൽ തിരിച്ചെത്തിയപ്പോൾ ആളുകൾ തന്റെ ഭക്ഷണം കഴിക്കുകയും തന്റെ ടൂത്ത് ബ്രഷ് ഉപയോഗിക്കുകയും ചെയ്യുന്നത് കണ്ടു. ദേഷ്യത്തോടെ അയാൾ റൂം വിട്ട് വരാന്തയിൽ കിടന്നുറങ്ങി. പതിയെ വാൾപേപ്പർ മുകളിൽ നിന്ന് താഴേക്ക് വീണ് അയാളെ ഒരു പുതപ്പ് പോലെ മൂടി. പെട്ടെന്നൊരു ഫോൺ ശബ്ദം കേട്ട് അയാൾ ഞെട്ടിയുണർന്നു. ഫോൺ എടുക്കാനായി അയാൾ ഓടിയെത്തിയപ്പോഴേക്കും ഒരു ചെറുപ്പക്കാരൻ കോൾ അറ്റൻഡ് ചെയ്തിരുന്നു. അത് മാനേജറുടെ സ്വകാര്യ ഫോണായിരുന്നു. രക്ഷപ്പെടാനുള്ള അവസാന അവസരമായിരുന്നു അത്. ദേഷ്യം വന്ന അയാൾ എല്ലാവരെയും റൂമിൽ നിന്നും പുറത്താക്കി. ഇപ്പോൾ അയാളുടെ മാപ്പും ഉപയോഗശൂന്യമായി. ക്ഷീണിതനും നിരാശനുമായി അയാൾ നിശബ്ദനായിരുന്നു. അപ്പോൾ 2 നല്ല ആളുകൾ വന്ന് അയാൾക്ക് പ്രതീക്ഷ നൽകി. പുറത്തു കടക്കാനുള്ള വഴി ലോബിയിലായിരിക്കില്ല എന്ന് അവർ പറഞ്ഞു. നിരാശനായ അയാൾക്ക് അപ്പോൾ ഒരു ബുദ്ധി തോന്നി. ഒരുപക്ഷെ ഡ്രോയറിൽ എന്തെങ്കിലും ഉണ്ടാവാം. അയാൾ ഡ്രോയർ തുറന്നപ്പോൾ ഒരു രഹസ്യവഴി കണ്ട് ഞെട്ടി. ആ പാതയുടെ ചുവരുകളിലൂടെ ടെന്റിക്കിൾസ് നീങ്ങുന്നുണ്ടായിരുന്നു. അയാൾ ഒരല്പം നേരം ആലോചിച്ചതിന് ശേഷം അതിലൂടെ നടന്നു. ആ പാതയുടെ അവസാനം അയാൾ ഒരു ഭീമാകാരമായ മുട്ട കണ്ടു. അതിൽ സ്പർശിച്ചപ്പോൾ ഉള്ളിലുള്ള ജീവിക്ക് താനുമായി ഒരു ബന്ധമുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. അതിനും തന്നെ പോലെ പുറത്തുവരാൻ ആഗ്രഹമുണ്ടായിരുന്നു. തന്റെ സർവ്വശക്തിയുമെടുത്ത് അയാൾ മുട്ട പുറത്തേക്ക് തള്ളി. കണ്ണു തുറന്നപ്പോൾ അയാൾ ആഴക്കടലിനടിയിലായിരുന്നു. ടെന്റക്കിൾസോടുകൂടിയ ആ ജീവി അയാളെ പിടിച്ചുകൊണ്ട് മുകളിലെ പ്രകാശത്തിലേക്ക് വലിക്കുകയായിരുന്നു.